ക്രിമിനൽ കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് വീണ്ടും തിരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നു. ചരിത്രപരമായ സന്ദർഭം: ഹൌസിലും സെനറ്റിലും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നിയന്ത്രണത്തോടൊപ്പമാണ് ട്രംപിന്റെ വീണ്ടും തിരഞ്ഞെടുപ്പ്. 2 പതിറ്റാണ്ടിനിടെ ഇതാദ്യമായാണ് ഒരു റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് ജനകീയ വോട്ടിൽ വിജയിക്കുന്നത്. ഒരു തിരഞ്ഞെടുപ്പ് അവലോകനം: ഓരോ 4 വർഷത്തിലും നവംബറിലെ ആദ്യ ചൊവ്വാഴ്ചയാണ് യുഎസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ്. വോട്ടർമാർ ഒരേസമയം പ്രസിഡന്റിനെയും ഹൌസ് പ്രതിനിധികളെയും സെനറ്റർമാരെയും തിരഞ്ഞെടുക്കുന്നു. ജനപ്രതിനിധി സംസ്ഥാന ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ അനുവദിച്ച 435 സീറ്റുകൾ ഉൾപ്പെടുന്നു. സെനറ്റ് 100 അംഗങ്ങൾ. ജനസംഖ്യ പരിഗണിക്കാതെ ഓരോ സംസ്ഥാനത്തിനും 2 സെനറ്റർമാരും. നമുക്ക് ഇലക്ട്രൽ കോളേജ് മെക്കാനിക്സ് പരിശോധിക്കാം. ഹൌസ് റെപ്രസെന്റേറ്റീവുകളുടെയും സെനറ്റർമാരുടെയും തുകയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളിലുടനീളം 538 ഇലക്ടർമാരെ അനുവദിച്ചിരിക്കുന്നു. വിജയെല്ലാം എടുക്കുന്നു. ഒരു സംസ്ഥാനത്ത് ഭൂരിപക്ഷം നേടുന്ന സ്ഥാനാർത്ഥി അതിന്റെ എല്ലാ ഇലക്ട്രൽ വോട്ടുകളും അവകാശപ്പെടുന്നു. പ്രവചനാതീതമായ വോട്ടിംഗ് രീതികൾ കാരണം സ്വിംഗ് സംസ്ഥാനങ്ങൾ തിരഞ്ഞെടുപ്പ് ഫലങ്ങളെ സാരമായി സ്വാധീനിക്കുന്നു. ട്രംപിന്റെ വിജയം, സന്ദർഭവും വിവാദവും. തിരഞ്ഞെടുപ്പ് ഹൈലൈറ്റുകൾ: ട്രംപ് എല്ലാ സ്വിംഗ് സ്റ്റേറ്റുകളും നേടി നിർണായക വിജയം ഉറപ്പിച്ചു. ജനുവരി 20 ട്രംപിന്റെ സ്ഥാനാരോഹണത്തിലേക്ക് നയിക്കുന്ന ഇലക്ട്രൽ വോട്ടുകൾ ജനുവരിയിൽ കോൺഗ്രസ് ഔദ്യോഗികമായി എണ്ണും. ക്യാപിറ്റൽ ലഹള റഫറൻസ് വീഡിയോ 2020 തിരഞ്ഞെടുപ്പിനെ തുടർന്നുള്ള ജനുവരി 6 ക്യാപിറ്റൽ കലാപം വീണ്ടും സന്ദർശിക്കുകയും ഇത്തവണ സമാധാനപരമായ ഒരു പരിവർത്തനത്തിന് പ്രത്യാശ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. ട്രംപിന്റെ പ്രസിഡൻസിയുടെ പ്രത്യാഘാതങ്ങൾ: ആദ്യം, കുടിയേറ്റം. നിയമവിരുദ്ധ കുടിയേറ്റം യുഎസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തൽ പരിപാടി ആസൂത്രണം ചെയ്യുന്നു. നിയമപരമായ കുടിയേറ്റം, മുൻകാല നയങ്ങൾ വിദഗ്ധ തൊഴിലാളികൾക്ക് ഡളൈബൻ -1 വിസകളെ കൂടുതൽ വെല്ലുവിളികളാക്കി ഇന്ത്യക്കാരെ സാരമായി ബാധിക്കുന്നു. പുനരേകീകരണം ട്രംപിന്റെ ഭരണത്തിൽ കാലതാമസമുണ്ടാകാൻ സാധ്യതയുണ്ട്. ട്രംപിന്റെ സാമ്പത്തിക നയം: താരിഫുകൾ ആഗോള വ്യാപാര ബന്ധങ്ങളെ ബാധിക്കുന്ന ഇറക്കുമതിക്ക് മേലുള്ള വർദ്ധിച്ച താരിഫുകൾക്ക് വേണ്ടി വാദിക്കുന്നു. കോർപ്പറേറ്റ് നികുതികൾ: കോർപ്പറേഷനുകളിൽ നികുതി ഉയർത്താനുള്ള കമലാ ഹാരിസിന്റെ പദ്ധതിയിൽ നിന്ന് വ്യത്യസ്തമായി നികുതി 15% ആയി കുറയ്ക്കാൻ നിർദ്ദേശിക്കുന്നു. കാലാവസ്ഥാ നയം: ട്രംപിന്റെ നിലപാട് ഫോസിൽ ഇന്ധനങ്ങളുടെ നിയന്ത്രണങ്ങൾ അഴിച്ചുവിടുമെന്നും പാരീസ് ഉടമ്പടിയിൽ നിന്ന് വീണ്ടും പുറത്തുപോകുമെന്നും വാഗ്ദാനം ചെയ്യുന്നു. കമലാ ഹാരിസിന്റെ നിലപാട് ഗ്രീൻ ന്യൂ ഡീലിന് കീഴിലുള്ള നവീകരിക്കാവുന്ന ഊർജ്ജ ലക്ഷ്യങ്ങളെ മുമ്പ് പിന്തുണച്ചിരുന്നു. ഇന്ത്യ-യുഎസ് ബന്ധം. ട്രേഡ് ഡൈനാമിക്സ്: ട്രംപിന്റെ മുൻകാല കാലയളവിൽ ഇന്ത്യൻ സ്റ്റീൽ, അലുമിനിയം എന്നിവയുടെ താരിഫ് വ്യവസായങ്ങളെ ദോഷകരമായി ബാധിച്ചു. ഹാരിസ് വേഴ്സ് ട്രംപ്: ട്രംപിന്റെ സംരക്ഷണ നയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ശക്തമായ വ്യാപാര ബന്ധങ്ങൾ തുടരാൻ ഹാരിസ് അനുകൂലിച്ചു. ആഗോള രാഷ്ട്രീയത്തിൽ സ്വാധീനം. പാരിസ്ഥിതിക ആശങ്കകൾ: കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാനുള്ള ആഗോള ശ്രമങ്ങളെ ട്രംപിന്റെ നയങ്ങൾ തടസ്സപ്പെടുത്തിയേക്കാം. സാമ്പത്തിക അലകളുടെ ഇഫക്റ്റുകൾ: അദ്ദേഹത്തിന്റെ അമേരിക്ക ആദ്യം എന്ന തന്ത്രം ഇന്ത്യ ഉൾപ്പെടെയുള്ള പ്രധാന വ്യാപാര പങ്കാളികളുമായുള്ള ബന്ധം വഷളാക്കിയേക്കാം. ട്രംപിന്റെ പ്രസിഡന്റ് പദവി കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരായ ആഗോള ശ്രമങ്ങളെ ദോഷകരമായി ബാധിക്കും. അദ്ദേഹത്തിന്റെ നയങ്ങൾ ഇന്ത്യയെയും ലോകത്തെയും എങ്ങനെ ബാധിക്കും? വിമർശനാത്മക പ്രതിഫലനം: യുഎസ് രാഷ്ട്രീയത്തിൽ വളർന്നുവരുന്ന ദ്വാധിപത്യത്തെയും അതിന്റെ ജനാധിപത്യവിരുദ്ധമായ പ്രത്യാഘാതങ്ങളെയും എടുത്തുകാണിക്കുന്നു.